ഹലോ കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. ഞാനിന്ന് വന്ന വീഡിയോ എന്താ അറിയാം, നമുക്കെല്ലാവർക്കും മാനസികമായിട്ടും ശാരീരികമായിട്ടൊക്കെ വല്ലാത്ത വിഷമങ്ങൾ ഉണ്ടാവില്ലേ. അപ്പോൾ ഈ ഒരു സ്ഥലത്ത് ഞാനൊരു സ്ഥലത്ത് പോലും കൊടുക്കുന്നുണ്ട് വീഡിയോൻ്റെ ലാസ്റ്റ്. ഈ ഒരു സ്ഥലത്ത് നമ്മൾ സുബൈക്ക് ശേഷം 3 തവണ പതിവാക്കിയാൽ മതി. പിന്നെ 3 തവണ ചെറിയ സ്ഥലത്താണ്, 3 തവണ അത് ഓതുക. എന്നും ഓതുകയാണെങ്കിൽ നമുക്ക് അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാനസികമായിട്ടും ശാരീരികമായിട്ടൊന്നും നമുക്കൊരു പ്രയാസം ഉണ്ടാവില്ല. പിന്നെ എന്തെങ്കിലും ചെറിയ കാര്യം കിട്ടുക നമുക്ക് വല്ലാത്ത വിഷമമായിരിക്കും അല്ലേ. അപ്പോൾ ആ ഒരു അവസ്ഥ ഈ സ്വലാത്ത് പതിവാക്കുന്നവർക്ക് ഉണ്ടാവില്ല. അത് ഈ ഒരു സ്വലാത്തല്ല, ഏതൊരു സ്വലാത്ത് നമ്മളെ ഉദ്ദേശമായിരിക്കും കേട്ടോ. നമ്മൾ നിയ്യത്ത് വേണം. വെറുതെ ഇങ്ങനെ ചെല്ലിയിട്ട് കാര്യമില്ല. നമ്മൾ നല്ല നിയ്യത്ത് മനസ്സിൽ കരുതുക. പിന്നെ തിരക്കിൻ്റെ ഇടയിലൊന്നും ചെല്ലാൻ ശ്രമിക്കാതിരിക്കുക. എന്ത് കാര്യം ചെല്ലുകയാണെങ്കിലും എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും പിന്നെ നമ്മളെന്താ പറയുക, ഒഴിഞ്ഞിരുന്ന് നെയ്യത്ത് വെച്ച് ഒഴിഞ്ഞിരുന്ന് ചെല്ലുക. അപ്പോൾ സുബൈക്കാവുമ്പോൾ നമുക്ക് പിന്നെ എന്തായാലും നമ്മൾ അങ്ങനെ തന്നെ സുബൈ നിസ്കരിച്ചപാട് എണീച്ച് ഓടില്ലല്ലോ. പിന്നെ ആ സുബൈൻ്റെ സമയത്ത് മഗ്‌രിബിൻ്റെ സമയത്ത് നമ്മൾ എന്തായാലും നിസ്കാരപ്പായിൽ കുറച്ച് അധിക സമയം ഇരിക്കുന്ന സമയമല്ലേ. ആ സമയത്ത് എന്താ ചെയ്യുക അറിയാം, 3 തവണ ഓതിയാൽ മതി. അധികമൊന്നും ഓതണ്ട, 3 തവണ ഓതിയാൽ അൽഹംദുലില്ലാഹ് നമുക്ക് മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒരു അസുഖങ്ങളും ഉണ്ടാവില്ല. പിന്നെ അപ്പോൾ അത് എല്ലാവരും ഓതാൻ ശ്രമിക്കട്ടെ. അതാ ഈ ഒരു സ്വലാത്താണ് സ്വലാത്ത് ഷിഫ. അപ്പോൾ എല്ലാവരും ഓതുക കേട്ടോ. മനസ്സിൽ നിയ്യത്ത് വെക്കുക. പിന്നെ നിയ്യത്ത് വെച്ചിട്ട് വേണം ഓതാൻ കേട്ടോ. പിന്നെ അപ്പോൾ എല്ലാവരും എന്താക്കുക, 5 വക്ത് നിസ്കാരം കളാഹൊക്കെ നിസ്കരിക്കാൻ നോക്കുക കേട്ടോ. ഇത്ര തിരക്കാണെങ്കിൽ നമ്മൾ എന്തൊക്കെ അറിയാം, ചെല്ലലും മുതലൊക്കെ നമുക്ക് നിർബന്ധമില്ല. നമുക്ക് സമയമുള്ളപ്പോൾ നമ്മൾ ചെയ്താൽ മതി. പക്ഷേ നിസ്കാരം കളാക്കാതെ ശ്രമിക്കുക. നിസ്കാരം കളാക്കിയിട്ട് പിന്നെ നമ്മൾ ജീവിക്കുന്നതിന് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മളിവിടെ മാത്രം ജീവിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ നമുക്ക് എത്ര തിരക്കാണെങ്കിലും നിസ്കാരം കളാക്കാതെ നോക്കുക. നിസ്കാരം കളാക്കാതെ നമ്മൾ എന്തൊരു കാര്യം നമ്മുടെ ഉദ്ദേശത്തിന് നമ്മൾ എന്താണെങ്കിലും ദിക്റാണെങ്കിലും സ്വലാത്താണെങ്കിലും ഒക്കെ ചൊല്ലിയൊക്കെ അതിന് ഉടനടി അള്ളാഹു പ്രതിഫലം കാണിച്ചു തരും. പിന്നെ നമുക്ക് ചില കാര്യങ്ങൾ നമുക്ക് നടന്ന് കിട്ടില്ല. അതെന്തുകൊണ്ടാണ് അറിയോ, നമുക്ക് അള്ളാഹുവിൻ്റെ ഇഷ്ടമുള്ളത് കൊണ്ടാണ്. നമ്മൾ കേൾക്കുന്നത് നമുക്ക് അള്ളാഹുവിൻ്റെ ഇഷ്ടമില്ല, നമ്മളിഷ്ടമില്ല എന്ന് കരുതും. പക്ഷെ അതുകൊണ്ടതല്ല, ചില കാര്യങ്ങൾ അള്ളാഹു പിടിച്ചു വെക്കും നമ്മൾ എത്രത്തോളം ക്ഷമിക്കുന്നുണ്ടോ നോക്കാൻ. അപ്പോൾ എല്ലാവരും എന്താ ഇതറിയാം, ക്ഷമ ഒരു ദിവസം 2 ദിവസം ചെല്ലിയാൽ പോരെ, 3 തവണ ചെല്ലിയാൽ മതിയല്ലോ. അപ്പോൾ എല്ലാവരും ദൈവത്തിൻ്റെ ഭാഗമാക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് മാനസികമായിട്ട് ശാരീരികമായിട്ട് നമുക്കൊരു ഉണർവുണ്ടെങ്കിലല്ലേ നമുക്ക് ജീവിക്കാൻ തന്നെ ഒരു ആഗ്രഹം ഉണ്ടാവുള്ളൂ അല്ലേ. അല്ലാതെ എന്ത് ചെയ്തിട്ടും കാര്യമില്ലല്ലോ. അപ്പോൾ ഇത് എല്ലാവരും ജീവിതത്തിൽ പതിവാക്കുക ഇൻഷാ അല്ലാഹ്. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിടുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നൊന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. നന്മ നമ്മൾ ഷെയർ ചെയ്യുന്നത് നമുക്ക് ഒരുപാട് ഗുണങ്ങളുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് പിന്നെ നല്ലൊരു ഉദ്ദേശം വെച്ചിട്ട് നിങ്ങൾക്ക് അറിയുന്ന ഒരു കുടുംബക്കാരൊക്കെ ഉണ്ടാവില്ല, അവർക്കിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് പതിവാക്കട്ടെ ഇൻഷാ അല്ലാഹ്.